കായംകുളം ചേരാവള്ളി വടക്കേത്തൊപ്പിൽ സെലീന മരിച്ചത് പാമ്പുകടിയേറ്റാണെന്ന് പ്രാഥമിക കണ്ടെത്തൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ മേൽനോട്ടത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലായിരുന്നു കണ്ടെത്തൽ. പാമ്പുകടിയേറ്റാണ് മരിച്ചതെന്ന് സ്ഥിരീകരണം വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് കായംകുളം താലൂക്ക് ആശുപത്രി അധികൃതർ. രക്തപരിശോധനയിൽ വിഷാംശം കണ്ടെത്താനായില്ലെന്നും ശരീരത്തിൽ പാടുകൾ ഒന്നും ഇല്ലായിരുന്നുവെന്നുമാണ് താലൂക്ക് ആശുപത്രി അധികൃതർ പറഞ്ഞത്. യുവതിക്ക് ആശുപത്രിയിൽ നിന്ന് ആന്റിവെനം നൽകിയില്ലെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. കായംകുളത്തെ വ്യാപാരി വ്യവസായി സമിതി സഹകരണ ബാങ്ക് സെക്രട്ടറി ചേരാവള്ളി വടക്കേത്തോപ്പിൽ സെലീന മരിച്ചത് പാമ്പുകടിയേറ്റ് തന്നെയാണെന്ന് സ്ഥിരീകരണം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ മേൽനോട്ടത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലായിരുന്നു കണ്ടെത്തൽ. പാമ്പുകടിയേറ്റാണ് മരിച്ചതെന്ന സ്ഥിരീകരണം വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് കായംകുളം താലൂക്ക് ആശുപത്രി അധികൃതർ. പാമ്പുകടിയേറ്റതിന്റെ പാട് ശരീരത്തിലുണ്ടെന്നും പാമ്പുകടിയേറ്റതിനെ തുടർന്നാണ് മരിച്ചതെന്നുമാണ് പ്രാഥമിക നിഗമനം. രക്തപരിശോധനയിൽ വിഷാംശം കണ്ടെത്താനായില്ലെന്നും ശരീരത്തിൽ പാടുകളൊന്നുമില്ലായിരുന്നുവെന്നുമാണ് താലൂക്ക് ആശുപത്രി അധികൃതർ പറഞ്ഞത്. പാമ്പുകടിയേറ്റതിനെ തുടർന്ന് സെലീനയെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വ്യാഴാഴ്ച വൈകിട്ട് 7:12 എത്തിച്ചത്. OP ടിക്കറ്റ് എടുത്തു. 7:15 രക്തം പരിശോധനയ്ക്കും എടുത്തു. ഇതിനാൽ പ്രതിവിഷം നൽകിയിരുന്നില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയുമുണ്ടായി. നിരീക്ഷണത്തിലിരുന്ന സെലീന 7:45 ശൗചാലയത്തിൽ പോയി. ഇവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവർ സെലീനയെ ശൗചാലയത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്നു. 8:10 സെലീന മരിച്ചു. ഈ കാര്യത്തിൽ ഇനിയും തുടർ അന്വേഷണം വന്നാലേ ആശുപത്രിയിൽ അനാസ്ഥയുണ്ടായോ എന്നതടക്കം തെളിയൂ. അതേസമയം പാമ്പുകടിയേറ്റ് മരിച്ച യുവതിക്ക് ആശുപത്രിയിൽ നിന്നും ആന്റിവെനം നൽകിയില്ലെന്ന് ബന്ധുക്കളിൽ ചിലർ ആരോപിക്കുന്നുണ്ട്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് യുവതിയുടെ മരണത്തിന് കാരണമെന്നും ബന്ധുക്കളിൽ ചിലർ പറയുന്നുണ്ട്. എന്നാൽ രേഖാമൂലമുള്ള പരാതിയൊന്നും വന്നിട്ടില്ല. ഇതിനിടയിൽ താലൂക്ക് ആശുപത്രിയിൽ അനാസ്ഥയുണ്ടായെന്നാണ് ചില രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നത്. ഇതോടെ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. CDNet ന്യൂസ്, കായംകുളം.